ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ തട്ടകത്ത് അമ്പലത്തിൽ ആറാട്ടാണ് കേട്ടോ, അതായത് ചളവറ ചെറമ്പറ്റക്കാവിൽ. അപ്പോൾ കർക്കിടക മാസം എല്ലാ വർഷവും അവസാന ഞായറാഴ്ചയാണ് ആറാട്ടുണ്ടാവുക. അപ്പം ഞങ്ങൾ ആറാട്ടിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും കുട്ടികളും ഞാനും മാത്രം തന്നെയുള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ കാവിലെത്തിക്കഴിഞ്ഞാൽ ആകെയുള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ, ടോയ്സ്. എല്ലാവർക്കും വേണ്ടത് അതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ പോയി തൊഴുത് ഇറങ്ങിയതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക, ആദ്യം തന്നെ ആരും അത് വേണം ഇത് വേണമെന്ന് പറയരുതെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാട്ടോ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ കാവ്. ഞാനൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാവിനെ മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഏറ്റവും മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അതായത് കാവിൻ്റെ മുകളിൽ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മുകളിൽ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. നമ്മളെപ്പോഴും പറയില്ലേ പൂരം നടന്ന് കാണണം, ഏകദേശം അതേ ഒരു പ്രതീതി കിട്ടുന്ന ഒരു അമ്പലമാണിത്. നമുക്ക് പൂരമൊക്കെ സാവധാനം നടന്ന് കാണാം, അത്രയും സ്ഥല സൗകര്യമുള്ളൊരു അമ്പലം കൂടെയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഈ ആനയൂട്ടിലുള്ള റെസിപ്റ്റും കാര്യങ്ങളും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യാതെ പോയിട്ട് തൊഴുതോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കുട്ടികളെയൊക്കെ കൂട്ടി അങ്ങനെ തൊഴുത് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സൈഡിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ക്യൂവിൽ നിന്നിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് ഇവരെ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തണം ചെയ്യും. കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കുള്ളൊരു സമയം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ തൊഴുത് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എടുത്തത് അക്കുറുവാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ എടുത്തത് അക്കുറുവാണ്. എൻ്റെ കയ്യിലല്ലായിരുന്നു ഫോൺ, അവളുടെ പണിയാണ് അതൊക്കെ ഇങ്ങനെ എടുക്കൽ. അപ്പോൾ ഭയങ്കര ഷെയ്ക്കുള്ള കാരണം കൊണ്ട് തന്നെ ഞാനത് ഒന്ന് സ്ലോ ആക്കിയിട്ടാണ് ഈ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടോ. ഇനി മുകളിൽ കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്, അവിടെ ഈ രാമായണം വായിക്കുന്നുണ്ട് രണ്ടുപേരും ഇരുന്നിട്ട്. അപ്പം നമ്മൾ അവിടെയും കൂടി പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി പോവുകയാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ക്ഷേത്രം നല്ല ക്ലിയർ ആയിട്ട് കാണാം. പൂരത്തിൻ്റെ സമയത്ത് ഒരുപാട് പേര് അവിടെ കയറി ഇരുന്നിട്ടൊക്കെയാണ് പൂരം നന്നായിട്ട് കാണാം, തിരക്കില്ലാതെ കാണാമല്ലോ. പക്ഷേ അവിടെ നോക്കിയാൽ വീഡിയോ എടുക്കാൻ അത്ര പോരാ, കാരണം അഴിയായിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് അതുകൂടെ ഫോണിൽ നല്ല ക്ലിയർ ആയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കയറി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്കൊക്കെ കാണാം കേട്ടോ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ മക്കൾ അവിടെ പോയി തൊഴുതു. അപ്പോൾ അങ്ങനെ തൊഴുകലൊക്കെ കഴിഞ്ഞ് ഞാനും തൊഴുതതിന് ശേഷം നമ്മൾ ഈ വീഡിയോ അങ്ങനെ താഴേക്ക് ഒക്കെ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി കേട്ടോ. അപ്പോൾ ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കുന്നത്. അതായത് ആനയ്ക്ക് ഒരു ഉരുള ചോറ് നമ്മൾ ആനയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അതാണ് ആനയൂട്ട് എന്നാണ് നമ്മൾ പ്രസാദൂട്ട് എന്നൊക്കെയാണ് ഇതിന് പറയുക. അപ്പോൾ ചെറിയ മക്കളെയൊക്കെ എടുത്തിട്ട് അമ്മമാർ വന്നിട്ട് ഇതുപോലെ ആനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും നല്ല പേടിയായിരുന്നു, പക്ഷെ ഞാനും കൂടെ ചെന്ന കാരണം കൊണ്ട് അവർ ധൈര്യത്തോടെ അത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു കൗതുകമാണ്, കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ അവർക്ക് അറിയാം അവർക്ക് ഉള്ളത് ഭക്ഷണം, അവർക്കുള്ള ചോരുള്ളായിട്ട് വരികയാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അവരതിന് റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളങ്ങനെ അവിടെ നിന്നിട്ട് ഈ ആനയുടെ അതൊക്കെ കണ്ടു. ആനയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് ചോറിൻ്റെ ഈ ഉരുള കൊടുക്കുന്നത്, പ്രസാദം കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളവിടെ നിന്ന് തിരിച്ചു. അപ്പോഴേക്കും തിരിച്ചു വരുമ്പോഴേക്കും ഇവർക്ക് വെള്ളം ദാഹിക്കണോ അങ്ങനെ ഇങ്ങനെ വിശക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര അടി ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും വാശി പിടിക്കുകയാണ്, ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോ ചോക്കോബാറൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിനുശേഷം വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്